നാളെ കഴിഞ്ഞ് തെങ്കാശിക്ക് പോകും. ഇവിടെ വരാമല്ലോ. ഈ പുള്ളി ഇവിടെ എന്നാ പുള്ളി വരുന്ന നമുക്ക് നമ്മളിവിടെ വയ്ക്കാം. There's a huge rock. Huge rock. Huge rock. Look. Look. ബാഹുബലി വലിച്ചോണ്ട് പോകുന്നത്. അത് തന്നെ, ബാഹുബലി വലിച്ചോണ്ട് പോകുന്ന സാധനമാണ്. അത്ര ദൂരം ഉണ്ടല്ലേ? ഞാൻ കണ്ടിട്ടുള്ള ബാഹുബലി 2. ബാഹുബലി 2. സിങ്ങിനെ കണ്ടിട്ട് ഒരാൾ പറഞ്ഞു, ഒരു സ്റ്റീൽ പാത്രം മേടിച്ചോ, ഇന്ത്യൻ റുപ്പീസ് തന്നാൽ മതി, ഡോളർ തരണ്ടത്. മധുരൈ രാമേശ്വരം ട്രിപ്പ്. ഞാനിപ്പോൾ രാമേശ്വരത്തോട്ട് പോവാണ്. സമയം 8:57. പറയൂ, കമൻസ് പറയൂ. നോ കമൻസ്. അമ്മ അവിടെ ആയിട്ടാണ് യാന ഹിൽസ്. എന്നാണെങ്കിൽ മനസ്സിലായില്ല.
പറഞ്ഞോ വേറെ ജില്ലകൾ കോട്ടയം, ഇടുക്കി, തേനി, മധുരൈ, രാമനാഥപുരം. അത് കഴിഞ്ഞ് രാമേശ്വരം ജില്ലയുണ്ടെന്ന് അറിയത്തില്ല. ഇവിടുത്തെ ജില്ലകൾ വലിയ ജില്ലയാണ്, കേരളത്തിലെ വലിയ ചെറിയ ജില്ല. മധുരൈ വെസ്റ്റ്. ഹോട്ടൽ വെജ്, നോൺ വെജ്. 11 മണിക്ക് വെളിയിൽ ഇറങ്ങാൻ ജാടയാണ്. ഞങ്ങൾ ഇവിടെ മേടിച്ചു കഴിച്ചില്ല, ചൂടാ. Say hi to Varkan ചേച്ചി. For the subscribers, Varkan. മഞ്ജു ഒക്കെ കാണാം. ഹായ് ടു മഞ്ജു. അത് 50 കൊല്ലം കഴിഞ്ഞ് 1964 സുനാമി വന്നു. സുനാമി വന്ന് അത് പാലം പോയി. പാലം ട്രെയിനും കൂടെ ഒലിച്ചു പോയി. അന്ന് ഈ പറഞ്ഞ ധനുഷ്കോടി വരെ ട്രെയിൻ ഉണ്ടായിരുന്നതാണ്. ധനുഷ്കോടി റെയിൽവേ സ്റ്റേഷനും പള്ളിയും അവിടെ ആൾക്കാർ താമസമൊക്കെ ഉണ്ടായിരുന്നു. അവിടെ എല്ലാം സുനാമി വന്ന് അടിച്ചു പോയി. അതിൻ്റെ ഇതൊക്കെ ഉണ്ട് അവിടെ. എന്താ അതിൻ്റെ റെമനൻസ് എന്താ പറയുന്നത്? റെമനൻസ് അവിടെ ഉണ്ട്, പള്ളിയുടെയൊക്കെ. അത് കഴിഞ്ഞ് പിന്നെ ആ പാലം ധനുഷ്കോടിക്കുള്ള റെയിൽവേ ലൈനെല്ലാം പിന്നെ പണിതില്ല. രാമേശ്വരം വരെ പിന്നെയും പണിതു പാലം 1964. അന്ന് ശ്രീധരൻ റെയിൽവേയിലായി അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയിരുന്നു ആദ്യം കയറിയിടയ്ക്ക്. ഈ ശ്രീധരൻ അങ്ങനെ അത് ട്രെയിൻ ഓടിക്കൊണ്ടിരുന്നതാണ്. അത് പിന്നെ പാലം ഇതായി വീക്കായി കഴിഞ്ഞപ്പം പണി അതിലെ സർവീസ് നിർത്തി വെച്ചിട്ട് ഇപ്പം പുതിയ പാലം പണിതു. പുതിയ പാലത്തിലാണ്. അപ്പോൾ ആദ്യം പണിത് 64 റീബിൽഡ് ചെയ്തു. അതാണ് ഈ മറ്റേ കാൻറ്റിലീവർ ഇതുള്ളത്, കപ്പൽ വരുമ്പോൾ പൊങ്ങുന്ന ബ്രിഡ്ജ്. ഇപ്പോൾ അത് മാറ്റി വെർട്ടിക്കൽ ലിഫ്റ്റ് ആക്കി. രണ്ട് തൂണൽ പൊങ്ങും. അതാണ് ഇപ്പോൾ പണിതിരിക്കുന്നത്. അതെല്ലാം ടെസ്റ്റ് ചെയ്തു. വണ്ടി ഓടാൻ തുടങ്ങിയില്ല, ട്രെയിൻ ഓടാൻ തുടങ്ങിയില്ല. ഇല്ല. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പോകുന്ന റോഡ് ബ്രിഡ്ജ് ഉണ്ട്, അതെങ്ങനെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ റോഡ് ബ്രിഡ്ജ് നിന്നുകൊണ്ട് നമുക്ക് ഫോട്ടോ എടുക്കാം.
പോകാം. അവിടെ ഇതുപോലൊരു ജംഗ്ഷൻ വരും. ഉടനെ വണ്ടിക്കാരൻ അവിടെ പിടിച്ചു നിർത്തിയിട്ട് എൻട്രി ഫീ ഇത് പിരിക്കുക. ആ അപ്പം അവനെ പിരിക്കാൻ ഏൽപ്പിച്ചതാണോ തന്നെ പിരിക്കുന്നതാണോ അറിയത്തില്ല. നോക്കിയപ്പം 2 ദിവസം മുമ്പത്തെ ഡേറ്റ് ഇട്ടിരിക്കുന്ന ഒരു ഇത്, അതാണ്ട് വേറെ ആരാണ്ടർക്ക് കൊടുത്ത് കാശ് മേടിച്ച രസീത് എൻ്റെ കൊണ്ട് തന്നു. ഞാൻ ചോദിച്ചത് എന്നാന്ന് ചോദിച്ചില്ല. കഴിഞ്ഞ ദിവസത്തെ ഇത് 2 ദിവസം മുമ്പത്തെ ആണല്ലോ, ഇന്നത്തെ രസീത് തരാൻ പറഞ്ഞു. ഞാനും പപ്പായും ജോളിയും ജെസ്സിയും എല്ലാം ഉണ്ട്, ആൻറ്റിയും. അവൻ എന്നാൽ എടുത്തോണ്ട് വരാമെന്ന് പറഞ്ഞ് അവൻ അങ്ങോട്ട് പോയി. ഞാൻ ഇതിലൂടെ ഒറ്റ പോക്കുന്നു. അവന് ഞാൻ കൊടുത്തില്ല. കള്ളൻ. അന്നുകാരും ഡച്ചുകാരും ഒക്കെ വന്നത് കടലിന്റെ തീരത്തോട് കപ്പലിലാ വന്നത്. മണ്ഡപം കല്യാണ മണ്ഡപം അവര് കല്യാണ മണ്ഡപം അറിയത്തുള്ളൂ. വിശക്കാൻ തുടങ്ങിയല്ലോ. 2 മിനിറ്റ് ഉണ്ട് 1 മണിക്ക്. കണ്ടോ കൃത്യം അലാറം അടിക്കുന്നുണ്ടോ? മണ്ഡപത്തിൽ നിന്ന് ഹോട്ടലിൽ കഴിച്ചിട്ട് പോയാലോ? ഇതിലുണ്ടോ ഹൈലൈറ്റ്? പാമ്പൻ പാലം 5 മിനിറ്റ് ഉണ്ടോ? കോസ്റ്റ് ഗാർഡ് സ്റ്റേഷൻ പാമ്പൻ പാലം എത്തുക കേട്ടോ. മണ്ഡപം കഴിയാൻ പോകും. അങ്ങനെ നമുക്ക് ഹോട്ടലിൽ കയറിയിട്ട് പോയാൽ മതിയോ? ധനുഷ്കോടി അതാ കാണുന്നത്. അവിടെ ഒരു ഇത് കാണുന്നുണ്ടോ? അതാ ധനുഷ്കോടി. അതിന് നമ്മൾ വണ്ടി കാറ് അങ്ങനെ വണ്ടിയാണ് ഒന്നും കാണത്തില്ല. അങ്ങോട്ട് നോക്കിയേ, ഒരു മല പോലെ കാണാവോ? ഫോണിൽ കാണത്തില്ല. ആ ഹോട്ടൽ ആനന്ദഭവൻ വേണേ ചോറുണ്ണാം. ഞാൻ പറയുന്നത് ഞങ്ങൾക്കൊന്നും അറിയത്തില്ല. ഇത് ഇവിടെ കടൽ, അവിടെ കടൽ, ഇത് റോഡ്, ഇത് പഴയ റെയിൽവേ ബ്രിഡ്ജ്, ഇത് പുതിയ റെയിൽവേ ബ്രിഡ്ജ്, പുതിയ റെയിൽവേ ബ്രിഡ്ജ്. അവിടെ കടൽ, ഇവിടെ കടൽ, ഇത് റോഡ്. അവിടെ കടൽ, അവിടെ വണ്ടി വേണ്ട, അവിടെ കടൽ, ഇവിടെ റോഡ്, അവിടെ കടൽ.
ടെർമിനൽ പോലാണല്ലോ.